ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കലാശക്കൊട്ടിന്റെ EVS എന്ന് പറയുന്ന ക്ലാസ് ആരംഭിക്കുകയാണ്. ഇതിന്റെ അകത്ത് കാറ്റഗറി 1 EVS എഴുതുന്നവരും കാറ്റഗറി 2 സയൻസ് എഴുതുന്നവരുമാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സമയം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടീച്ചറെ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീച്ചർ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കും. ടീച്ചർ അതിൻ്റെ അകത്ത് നിങ്ങളെ കൊണ്ട് ഉത്തരവൊക്കെ പറയിപ്പിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ടിട്ട് ആ വഴി പോകരുത്. കാരണം നിങ്ങൾ മൈക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്കറിയാം, നമുക്ക് ഏകദേശം 200-ന് മുകളിൽ പിള്ളേരല്ല അധ്യാപകർ പങ്കെടുക്കുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പൊ ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ടീച്ചർ ആണെങ്കിൽ കൃത്യം ചോദ്യം പരീക്ഷ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ക്ലാസ്സുകളെല്ലാം കിട്ടിയതുമാണ്. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ടീച്ചറിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പെരുമാറുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അഖില ടീച്ചറിനെ ക്ലാസ് നയിക്കാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ കലാശക്കൊട്ട് നമ്മൾ EVSന്റെ ഫസ്റ്റ് ക്ലാസ് എത്തിയേക്കുവാണ്. എല്ലാവരും എല്ലാ ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു കാണും. നമ്മളിവിടെ റിവിഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉത്തരം അറിയാമായിരിക്കും, ആ ഉത്തരം ചാടി കയറി വിളിച്ച് പറയരുത്. പിന്നെ നമുക്ക് എക്സാം എഴുതുമ്പോൾ വേണ്ട ഒന്നാമത്തെ കാര്യമാണ് ക്ഷമ. ക്വസ്റ്റ്യനും ഓപ്ഷനും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമ വേണം. ക്വസ്റ്റ്യനും ഓപ്ഷനും ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയുന്ന ആൻസർ ഏതാണോ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്തതിന് ശേഷം ഞാൻ ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ആക്കി ഉത്തരം പറയാവുന്നതാണ്. അപ്പൊ തുടങ്ങാവോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം തരം ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം തരം ഉത്തോലകത്തിന് ഉദാഹരണം വീൽ ബാരോ, സീസോ, ചൂണ്ടക്കോൽ, നഖം വെട്ടി. നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഫാസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഓപ്ഷൻ ബി ആണ് കമന്റ് ചെയ്യുന്നത്. ബി, ഡി. ഏതാണ് ഉത്തരം? സീസോ. ഒന്നാം തരം ഉത്തോലകത്തിന് ഉദാഹരണം സീസോ. നമ്മൾ പഠിച്ചതാണ്, അല്ലെ? കോഡൊക്കെ വെച്ച് പഠിച്ചതാണ്. അപ്പൊ ഇനി ജസ്റ്റ് അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിവാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. ഉത്തോലകം എന്ന് പറയുന്നതിനകത്ത് ഒരു സ്ഥിര ബിന്ദു ഉണ്ട്, അതിനെയാണ് ദാരം, ഫൽക്രം എന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ദണ്ഡിനെ നന്നായിട്ട് തിരിയാൻ വേണ്ടി പറ്റും. ഈ ഉത്തോലകത്തില് നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് യത്നം, എഫേർട്ട്. ഉത്തോലകത്തില് നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് യത്നം, എഫേർട്ട്. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം, റെസിസ്റ്റൻസ്. നഖമെട്ടി എന്ന് പറയുന്നത് ഒരു ഉത്തോലകമാണ്. നഖമെട്ടിയില് നമുക്കറിയാം ഒരു സ്ഥിര ബിന്ദു ഉണ്ട്, അതിനെ ആധാരമാക്കി അതിലൊരു ഭാഗത്തിന് നന്നായിട്ട് തിരിയാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സ്ഥിര ബിന്ദുവാണ് ദാരം, ഫൽക്രം. അത് വെച്ച് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബലം പ്രയോഗിക്കും, അതാണ് യത്നം, എഫേർട്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ബലം ഉപയോഗിച്ച് നമ്മുടെ നഖം വെട്ടാൻ വേണ്ടി പറ്റും. നമ്മുടെ കീഴ്പ്പെടുത്തുന്ന ബലം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നഖം വെട്ടാനായിട്ട് പറ്റുന്ന ആ ഒരു ബലമാണ്, അതാണ് രോധം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് EFR എന്ന് പഠിക്കാം. EFR. E എന്ന് പറഞ്ഞാൽ യത്നം, F എന്ന് പറഞ്ഞാൽ ഫൽക്രം, ദാരം, R എന്ന് പറഞ്ഞാൽ രോധം. യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. ഇത് നന്നായിട്ട് പഠിക്കുക, ഇങ്ങനെ തന്നെ ചോദിക്കും. യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ, EFR. എഫേർട്ട്, യത്നം, ദാരം, രോധം. യത്നം, ദാരം, രോധം എന്നീ ഓർഡറിലാണ് വരുന്നതെങ്കിൽ എന്ത് പറയാം? അത് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയാം. ഇനി ഈ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം. യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന ലാഭമാണ് യാന്ത്രിക ലാഭം ഉദ്ദേശിക്കുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ഒന്നോ ആയിരിക്കും. യാന്ത്രിക ലാഭം ഒന്നാം വർഗത്തിൻ്റെത് ഒന്നിൽ കൂടുതലോ ഒന്നോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഇനി ഇതിന്റെ കോഡ്
ഒന്നാം വർഗ ഉത്തോലകങ്ങളുടെ കോഡ് സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണി ഇല്ല. സീസോ പ്ലെയിൻ എന്നാണ് ഉള്ളത്. പ്ലെയിൻ എന്ന് വേണ്ട, പ്ലേ മതി. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണി ഇല്ല. ഓക്കെ, ഇത് അറിയാമായിരിക്കും എല്ലാവർക്കും. ആർക്കെങ്കിലും അറിഞ്ഞുകൂടായെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കുക. സീസോ പ്ലേയിൽ, സീസോ പ്ലെയേഴ്സ്, ഒന്നാമൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാം വർഗം എന്നുള്ളതാണ്. കപ്പിത്താൻ, കപ്പി, കത്രിക തന്നെയാണ്. നഖം വെട്ടി, ത്രാണി, ത്രാസിന്റെ ത്രാ എന്ന് പറയുന്നത് ത്രാസ്. സീസോ പ്ലെയേഴ്സ്, കപ്പി, കത്രിക, നഖം വെട്ടി അല്ലെങ്കിൽ നെയ്പ്പുള്ള ത്രാസ്. ഇത്രയുമാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി രണ്ടാം വർഗ ഉത്തോലകം, ദാരത്തിനും യജ്ഞത്തിനുമിടയിൽ രോധം വരുന്ന ഉത്തോലകം. ദാരത്തിനും യജ്ഞത്തിനുമിടയിൽ രോധം വന്നു കഴിഞ്ഞാൽ അതാണ് രണ്ടാം വർഗം. FRE, നമുക്ക് വേണമെങ്കിൽ ഫ്രീ എന്ന് പഠിക്കാം. ഫ്രീ. ദാരത്തിനും യജ്ഞത്തിനും ഇടയിൽ രോധം വരുന്നു. ദാരം, രോധം, യജ്ഞം, ഇതാണ് രണ്ടാം വർഗ ഉത്തോലകം. ഇതിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും. യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും. ഇനി ഇതിന് ഉദാഹരണം കോഡ് 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. 2 എന്ന് പറയുന്നത് രണ്ടാം വർഗമാണ്. ബോട്ടിൽ ഓപ്പണർ, വിൽ എന്നുള്ളത് വിൽ ചെയർ, വിൽപ്പനയുടെ വിൽ എന്നുള്ളത് വീൽ ചെയർ. പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. ഇവരുടെ കോഡ് മാത്രം പഠിച്ചാൽ പോരാ, അതിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്, ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. ഇത്രയാണ് രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഇനി മൂന്നാം വർഗ ഉത്തോലകം, രോധത്തിനും ദാരത്തിനും ഇടയിൽ യജ്ഞം വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം. റഫ് എന്ന് പഠിക്കാം. റഫ്, രോധത്തിനും ദാരത്തിനും ഇടയിൽ ഏതാണ്? ഓക്കെ, രോധത്തിനും, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ സമയം തരാം കേട്ടോ. രോധത്തിനും ദാരത്തിനും ഇടയിൽ യജ്ഞം വരുന്നതാണ് മൂന്നാം വർഗ ഉത്തോലകം. REF, രോധം, യജ്ഞം, ദാരം, ഇതാണ് മൂന്നാം വർഗ ഉത്തോലകം. ഇതിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒന്നിൽ കുറവായിരിക്കും. മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും. ഇതിന്റെ കോഡ് 3 ഐസ് ചവച്ചു. 3 ഐസ് ചവച്ചു. 3 എന്നുള്ളത് മൂന്നാം വർഗമാണ്. ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട. ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട, ഇതാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും? കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നാരങ്ങ ഞെക്കിയെ സംബന്ധിച്ച് യജ്ഞം, ദാരം, രോധം എന്നിവയുടെ ശരിയായ ക്രമമാണ് യജ്ഞം, ദാരം, രോധം, ദാരം, രോധം, യജ്ഞം, ദാരം, യജ്ഞം, രോധം, രോധം, ദാരം, യജ്ഞം. നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യാം. നാരങ്ങ ഞെക്കിയാണ്. നാരങ്ങ ഞെക്കി ഏത് ഉത്തോലകമാണെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്തോളൂ. D, A. ഓക്കെ, ഏതാണ് ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി, രോധം മധ്യത്തിൽ വരുന്നത്. ഓക്കെ, നാരങ്ങ ഞെക്കി ഏത് ഉത്തോലകമാണ്? ഒന്നാം വർഗമാണോ, രണ്ടാം വർഗമാണോ, മൂന്നാം വർഗമാണോ? രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ രോധം മധ്യത്തിൽ വരുന്നത്. 2 ബോട്ടിൽ വിൽപ്പന. ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, നാരങ്ങ ഞെക്കി, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകം തിരിച്ചറിയുക. പാക്കുവെട്ടി, ഫോർസെപ്സ്, കത്രിക, പ്ലെയേഴ്സ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കമന്റ് ചെയ്യും. വിളിച്ച് പറയരുത്, കമന്റ് ചെയ്തോളൂ. ഈസി ആണ് ഉത്തരം. ഓപ്ഷൻ എ, നിങ്ങൾ കമന്റ് ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ എ, പാക്ക് വെട്ടിയാണ്. അടുത്ത ചോദ്യം, ലഘു യന്ത്രങ്ങൾ. ഫോർസെപ്സ് എന്താണെന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ,
ഇതിനകത്ത് വരുന്നതല്ല, ലഘുയന്ത്രങ്ങൾക്ക് വരുന്നതല്ല കേട്ടോ. ഓക്കെ, ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനില്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ കഴിയുന്ന ദൃഢദണ്ഡുകളെ ലഘുയന്ത്രങ്ങൾ എന്ന് വിളിക്കാം. എല്ലാ ലഘുയന്ത്രങ്ങളിലും ദാരം എന്നത് യത്നത്തിനും രോധത്തിനും ഇടയിലാവണമെന്നില്ല. പാക്കുവെട്ടി, ചവണ, നാരങ്ങ ഞെക്കി എന്നിവ ഒരേ വർഗത്തിൽ പെടുന്നു. ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. ഇതില് ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം? ഏതാ? ഓപ്ഷൻ സി. പാക്കുവെട്ടി, ചവണ, നാരങ്ങ ഞെക്കി എന്നിവ വർഗത്തിൽ പെടുന്നു. ചവണ എന്താ? 3-ാം വാർഡ് കുത്തോലക. ചവണ 3-ാം വർഗം. പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി 2-ാം വാർഡ് കുത്തോലക. 2-ാം വർഗം ഉത്തരവ്. ഓക്കെ, പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി 2-ാം വർഗവും ചവണ 3-ാം വർഗവുമാണ്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷയാണ് ഡാഷ്. ചൂടേൽപ്പിക്കുക, തിരുമുക, തൈലം പുരട്ടുക, ഐസ് പാക്ക് വയ്ക്കുക, ഓയിൽമെന്റ് തേച്ച് മസാജ് ചെയ്യുക. ഓക്കെ, എല്ലാവരും പറഞ്ഞിരുന്ന ഉത്തരം തന്നെയാണ് ഓപ്ഷൻ സി, ഐസ് പാക്ക് വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരാൾ അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ചെയ്യുന്ന പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരാൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യസഹായം ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ അയാളുടെ അപകടത്തിന്റെ നില തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ചതവിന് ഏൽക്കുമ്പോൾ ചെയ്യുന്നത് നീർക്കെട്ടും വേദനയൊക്കെ ഒഴിവാക്കാൻ തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണിയോ ഐസ് പാക്കോ ഒക്കെ ചതവ് പറ്റിയ ഭാഗത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടത്: കടി കൊണ്ട് മുറിവേറ്റ ഭാഗത്ത് ബ്ലേഡ് ഉപയോഗിച്ച് മുറിവുണ്ടാക്കുക, വായു ഉപയോഗിച്ച് രക്തം വലിച്ച് പുറത്തു കളയുക, വേദന സംഹാരികൾ ഉപയോഗിക്കുക, കൂടുതൽ മുറുകാത്ത രീതിയിൽ തുണി ഉപയോഗിച്ച് മുറിവിന് മുകൾ ഭാഗത്തായി കെട്ടുക. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഡി, കൂടുതൽ മുറുകാത്ത രീതിയിൽ തുണി ഉപയോഗിച്ച് മുറിവിന് മുകൾ ഭാഗത്തായിട്ട് കെട്ടുക. എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത്: മുറിവുണ്ടായാൽ രക്തസ്രാവം നിയന്ത്രിക്കുക, കണ്ണിൽ പൊടി വീണാൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക, എല്ലൊടിയുകയോ പൊട്ടുകയോ ചെയ്താൽ സ്പ്ലിന്റ് ഇടുക. ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക, ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉണ്ടാകേണ്ട സാധനങ്ങൾ എന്തൊക്കെ? അണുനാശിനി, കോട്ടൺ, ബാൻഡേജ്, ഇവയെല്ലാം. ഇവയെല്ലാം ഉത്തരം വിളിച്ച് പറയരുത്, കമന്റ് ചെയ്യണം കേട്ടോ. ഇവയെല്ലാം ഉണ്ടാവണം. ഓക്കെ, അടുത്ത ചോദ്യം. സേഫ്റ്റി പിൻ ഉണ്ടാവൂലേ? സേഫ്റ്റി പിൻ ഉണ്ടാവും. അതാണ് ഇവയെല്ലാം, അവിടെ പറഞ്ഞതെല്ലാം ഉണ്ട്. ഇനി ഉളുക്ക് പറ്റിയാൽ ചെയ്യാൻ പാടില്ലാത്ത പ്രഥമ ശുശ്രൂഷ: ഉളുക്ക് പറ്റിയ ഭാഗം ചലിപ്പിക്കാതിരിക്കുക, കാലിൽ ഉളുക്ക് പറ്റിയാൽ കഴിവതും നടക്കാതിരിക്കുക, ഉളുക്ക് പറ്റിയ ഭാഗം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, ഉളുക്ക് പറ്റിയ ഭാഗം എണ്ണ പുരട്ടാതിരിക്കുക. അപ്പൊ എണ്ണ പുരട്ടാതിരിക്കുക, ഓപ്ഷൻ സി. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇതില് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാതിരിക്കുക എന്നുള്ളത് എണ്ണ പുരട്ടുക എന്നാണ് നമ്മൾ വെപ്രാളം കൊണ്ട് വായിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ നല്ല വ്യക്തമായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് നല്ല കറക്റ്റ് മോഡുലേഷനിൽ വായിച്ച് പറഞ്ഞു തരാൻ അവിടെ ആരും കാണൂല. കൃത്യമായിട്ട് തന്നെ ഉത്തരം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചതവ് പറഞ്ഞ പോലെ തന്നെ ഉളുക്ക് പറ്റിയ ഭാഗത്ത് എണ്ണ പുരട്ടാൻ പാടില്ല, അതുപോലെ മസാജ് ചെയ്യാൻ പാടില്ല, ഭാഗം ചലിപ്പിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാം? ഞാൻ പഠിപ്പിച്ചതാണ്. ഐസ് പാക്ക് വയ്ക്കാം കേട്ടോ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണ കാണാത്ത ഉപകരണം. തെർമോമീറ്റർ, സേഫ്റ്റി പിൻ, സ്റ്റെതസ്കോപ്പ്, കത്രിക. ഓപ്ഷൻ കമന്റ് ചെയ്യാം. എയും ബിയും സിയും ഒക്കെ ഉണ്ട്. എ, സി. ഉത്തരം ഏതാണ്? ഒരു പ്രഥമ ശുശ്രൂഷ പെട്ടി എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടെ ഒരു സ്റ്റെതസ്കോപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകും. ഇനി ഓക്കെ, അടുത്ത സെക്ഷനിലൂടെ പോവുകയാണ്. അതിന് മുന്നേ ഒരു ചോദ്യം ചോദിക്കാം. പ്രഥമ ശുശ്രൂഷ ദിനം എന്നാ? സെപ്റ്റംബർ മാസം 2ാമത്തെ ശനിയാഴ്ച. സെപ്റ്റംബർ മാസം 2nd സാറ്റർഡേ, സെപ്റ്റംബർ മാസം 2ാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്ന ഒരു ഭാഗമാണിത്. ക്വസ്റ്റ്യൻ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ 5E കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടമാണ്. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, എക്സ്റ്റെൻഡ്. ബി, സി. ഉത്തരം ഏതാ? എക്സ്പ്ലൈൻ ആണ്. ഓക്കെ, കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ, കുട്ടികൾ കണ്ടെത്തുന്നത് എക്സ്പ്ലോറിലാണ്. അവിടെ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത് എക്സ്പ്ലെയിനിലാണ്. ഓക്കെ, നമുക്ക് 5 ഘട്ടങ്ങൾ നോക്കാം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, എലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ്. എലാബറേറ്റിനെ എക്സ്റ്റെൻഡ് എന്നും പറയും. EXTEND, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ്. എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ. എക്സ്പ്ലോർ, അന്വേഷിക്കൽ. എക്സ്പ്ലൈൻ, കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ. ലാബറേറ്റ്, തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. ഇവാലുവേറ്റ്, വിലയിരുത്തൽ. ഓക്കെ, എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ. എക്സ്പ്ലോർ, അന്വേഷിക്കൽ. എക്സ്പ്ലൈൻ, കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ. ലാബറേറ്റ്, തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. ഇവാലുവേറ്റ്, വിലയിരുത്തൽ. ഇനി നമ്മൾ ഇതിനകത്ത് ഓരോന്നിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കും. അത് അതുപോലെ നിങ്ങൾ പഠിക്കുക. അതിനകത്തുള്ള സെന്റൻസുകളായിരിക്കും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നത്. എൻഗേജ്, പ്രശ്നം ഏറ്റെടുക്കൽ. നിത്യജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഭവമോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ധാരണ, തെറ്റായ ധാരണ, ഒരു വിഷയ താല്പര്യം കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക, കുട്ടിയുടെ ആകാംക്ഷ പ്രചോദിപ്പിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ആയിരിക്കും ഈ എൻഗേജ് എന്ന് പറയുന്ന ഘട്ടത്തിനകത്ത് കൊടുക്കുന്നത്. നമ്മുടെ 5Eയിൽ ആദ്യ ഘട്ടമാണ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ പറയും, നിലവിലുള്ള കുട്ടിയുടെ ധാരണയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണയെ കുറിച്ച് അവിടെ പറയും, വിഷയത്തിലുള്ള താല്പര്യം ജനിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറയും, ചോദ്യങ്ങൾ ചോദിക്കും, ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയും. അടുത്തതാണ് എക്സ്പ്ലോർ, അന്വേഷിക്കൽ. വിഷയത്തെ കുറിച്ചുള്ള അന്വേഷണമാണ്. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഏതാണോ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിനകത്ത് വരുന്നത്. നിരീക്ഷിക്കൽ വരുന്നുണ്ട്. നിരീക്ഷിക്കാനൊക്കെ നമ്മൾ ഒരു വീഡിയോ കാണിച്ചോ അല്ലെങ്കിൽ ഒരു ചിത്രം കാണിച്ചോ നിരീക്ഷിക്കാൻ വേണ്ടി പറയും. ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ, ദത്തങ്ങൾ ശേഖരിക്കൽ, വിശകലനം ചെയ്യൽ. ദത്തങ്ങൾ ശേഖരിക്കൽ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളുടെ വീടിനടുത്ത് ഇന്ന സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ചെടിയിലെ ഇലകൾ നോക്കൂ, വേരുകൾ നോക്കൂ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വിവരങ്ങൾ ശേഖരിക്കൂ. 2 തരത്തിലുള്ള വേരുകൾ കാണിക്കുകയാണ്. എന്നിട്ട് പറയും ഈ വേരുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, നിങ്ങളുടെ ചുറ്റുപാട് ഇത്തരത്തിലുള്ള വേരുകളുള്ള ചെടികൾ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണത്. വിശകലനം ചെയ്യൽ, അവരെ കൊണ്ട് തന്നെ വിശകലനം ചെയ്യൽ. ചോദ്യങ്ങൾ ചോദിക്കുക, നിരീക്ഷിക്കുക, സഹായങ്ങൾ നൽകുക. അധ്യാപക എന്ത് ചെയ്യും, അവിടെ സഹായങ്ങളൊക്കെ കൊടുക്കും. ഇതാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിനകത്ത് ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലെയിൻ, കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ. കണ്ടെത്തിയ കാര്യങ്ങൾ വിനിമയം ചെയ്യുക, പഠിപ്പിക്കുക. കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, വിനിമയം ചെയ്യുന്നു. കുട്ടിയുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ നൽകുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. കുട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ കുട്ടിയുടെ തന്നെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്യണം, ആശയങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ധാരണകൾക്ക് വിശദീകരണം നേടുക. കുട്ടിക്ക് ചിലപ്പോൾ തെറ്റായ ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശദീകരണം നേടുക. ആശയങ്ങളെ ക്രോഡീകരിക്കാനുള്ള സഹായങ്ങൾ, കുട്ടി കണ്ടെത്തിയ ആശയങ്ങൾ ക്രോഡീകരിക്കാനുള്ള സഹായങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ കൊടുക്കും. അടുത്തതാണ് ഇലാബറേറ്റ്, തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. പഠിപ്പിച്ച് കഴിഞ്ഞു, എക്സ്പ്ലെയിൻ ആയപ്പോഴേക്കും കുട്ടി കണ്ടന്റ് പഠിച്ചു. അപ്പൊ കുട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുകിൽ കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യുക,
അല്ലെങ്കിൽ കൂടുതൽ ആഴത്തിലുള്ള ആശയങ്ങൾ നേടുക. ഇതാണ് ഇലാബറേറ്റ് ഉദ്ദേശിക്കുന്നത്, തുടർ പ്രവർത്തനം. നമ്മൾ ഹോംവർക്ക് ഒക്കെ കൊടുക്കുന്നത് പോലെ പഠിച്ചിട്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി ഒരു ഹോംവർക്ക്. കണ്ടെത്തിയ ആശയങ്ങളുടെ തുടർ സാധ്യതകൾ അന്വേഷിക്കുകയും പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. കുട്ടി കണ്ടെത്തിയ ആശയങ്ങളെ തുടർ സാധ്യതകൾ, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ അന്വേഷിച്ച് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നു. നേടിയ ആശയത്തിൽ ആഴത്തിലുള്ള ധാരണ നേടുന്നു. നിരീക്ഷണം, പ്രോത്സാഹിപ്പിക്കലൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? നിങ്ങൾ ഇതെല്ലാം DLED-നൊക്കെ വ്യക്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അടുത്തതാണ് ഇവാലുവേറ്റ്. അവസാനത്തെ ഘട്ടമാണ് വിലയിരുത്തൽ. പഠനത്തിന്റെയും നേടിയ ധാരണയുടെയും തലങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഘട്ടമാണിത്. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ധാരണകൾ നേടി, പഠന നേട്ടങ്ങള്, ഉദ്ദേശിച്ച പഠന നേട്ടങ്ങളെല്ലാം അവിടെ കിട്ടിയോ, ഇനി എന്തൊക്കെ കിട്ടാനുണ്ട്, എന്തൊക്കെ നൈപുണികൾ കിട്ടി, ഈ വക കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവാലുവേഷനാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതായത് ആ പാഠം പഠിപ്പിച്ചു തുടങ്ങി എൻഗേജ് മുതൽ എലാബറേറ്റ് വരെയുള്ള, എക്സ്റ്റെൻഡ് വരെയുള്ള എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. കുട്ടി സ്വയം വിലയിരുത്തുന്നു. കുട്ടി തന്നെ വിലയിരുത്തുകയാണ്, ഈ ആക്ടിവിറ്റിയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയോ, എത്രത്തോളം ഞാൻ ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എനിക്ക് പ്രയാസമേറിയതായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റികൾ എന്നൊക്കെ കുട്ടി സ്വയം വിലയിരുത്തുന്നു. സഹപഠിതാക്കളുടെ വിലയിരുത്തൽ, ഒരു ആക്ടിവിറ്റിയിൽ നീ പറഞ്ഞ പോയിന്റ് ശരിയായില്ല, അല്ലെങ്കിൽ നീ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തില്ല എന്നുള്ള രീതിയിൽ സഹപഠിതാക്കളുടെ വിലയിരുത്തൽ. ധാരണകൾ, കുട്ടിയുടെ കുട്ടി നേടിയ ധാരണകൾ, ശേഷികൾ, അവയുടെ വിലയിരുത്തൽ. ഇതൊക്കെയാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്ന സ്റ്റേജിനകത്ത് നടക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ കുട്ടികൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഘട്ടം. ഈസി ക്വസ്റ്റ്യൻ ആണ്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യാം. ഏതാണ്? എയും ബിയും ഒക്കെ വരുന്നുണ്ട്. എക്സ്പ്ലോർ. എക്സ്പ്ലോർ. അന്വേഷണ ഘട്ടം എന്ന് പറയുന്നത് എക്സ്പ്ലോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക, അധ്യാപകൻ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ തന്നെയാണോ എല്ലാവരുടെയും ഉത്തരം? മറ്റേതെങ്കിലും ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? മൈക്കോണാക്കി പറഞ്ഞേ. എക്സ്പ്ലെയിൻ ആണോ? എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിൻ, എക്സ്പ്ലോർ. ഓക്കെ, ഉത്തരം എക്സ്പ്ലോർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചതിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നോക്കാം. അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴായിരിക്കും ചോദിക്കുന്നത്? അന്വേഷിക്കുന്നതിന് മുമ്പേ ആണോ, അന്വേഷണം കഴിഞ്ഞിട്ടാണോ? അന്വേഷിക്കുന്ന സമയത്ത്. അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് അന്വേഷണ സമയത്താണ്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടമാണ്. അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴാണോ ചോദിക്കേണ്ടത് അപ്പോൾ ചോദിക്കുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ. ചോദ്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം. അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം. കൂടുതൽ പ്രക്രിയാശേഷികളൊക്കെ വികസിക്കുന്ന ഘട്ടം ഏതെന്നാണ് ചോദിക്കുന്നത്. പ്രശ്നം ഏറ്റെടുക്കുന്ന ഘട്ടം എൻഗേജ്, അന്വേഷണ ഘട്ടം എക്സ്പ്ലോർ, കണ്ടെത്തൽ വിനിമയം ചെയ്യുന്ന ഘട്ടം എക്സ്പ്ലെയിൻ, തുടർ പ്രവർത്തന ഘട്ടം എക്സ്റ്റെൻഡ്. ഏതാണ്? എക്സ്പ്ലോർ ആണ്. ഏറ്റവും കൂടുതൽ പ്രക്രിയാശേഷികളൊക്കെ എക്സ്പ്ലോർ ആണ്. ആ സമയത്ത് കുട്ടി കണ്ടെത്തുമ്പോഴാണ് കുട്ടിയുടെ നിരീക്ഷണവും അതുപോലെ പരീക്ഷണം ചെയ്യുകയാണെങ്കിൽ അതാണെങ്കിലും തരംതിരിക്കല്, വർഗീകരണം, ഇങ്ങനെയുള്ള പ്രക്രിയാശേഷികളൊക്കെ വികാസം സംഭവിക്കും. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തോട് പോവാം. മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന കൃഷിരീതി. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാം പഠിച്ചുകൊള്ളണം. മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്ന കൃഷിരീതി. ഉത്തരം ചാടിക്കേറി പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ഓപ്ഷൻ വായിക്കുന്നവരെ ക്ഷമ കാണിക്കണം. എപ്പികൾച്ചർ, പിസികൾച്ചർ, ട്യൂണികൾച്ചർ, ഹോർട്ടികൾച്ചർ. ഏതാണ്? ഓക്കെ. മത്സ്യകൃഷി
പിസിക്കൾച്ചർ, മത്സ്യകൃഷി, പിസിക്കൾച്ചർ. ഇതിൽ ഏത് വേണോ ചോദിക്കാം. തേനീച്ച കൃഷി, തേനീച്ച കൃഷി എപ്പിക്കൾച്ചർ, തേനീച്ച കൃഷി എപ്പിക്കൾച്ചർ. പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. മത്സ്യകൃഷി പിസിക്കൾച്ചർ, തേനീച്ച കൃഷി എപ്പിക്കൾച്ചർ, പട്ടുനൂൽ കൃഷി സെറികൾച്ചർ. സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കുന്നത്, സസ്യകോശങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാക്കുന്നത് ടിഷ്യൂ കൾച്ചർ. മണ്ണിര കൃഷി, മണ്ണിര കൃഷി വെർമി കൾച്ചർ, വെർമി കൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. മുന്തിരി കൃഷി വിറ്റി കൾച്ചർ. സസ്യകോശങ്ങളിൽ നിന്ന്, സസ്യത്തിന്റെ കോശത്തിൽ നിന്നും മാതൃസസ്യത്തിന്റെ എല്ലാ സ്വഭാവവുമുള്ള പുതിയ ചെടി ഉണ്ടാക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. മണ്ണിര കൃഷി വെർമി കൾച്ചർ. കൂൺ കൃഷി മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ ക്യൂണി കൾച്ചർ. മുന്തിരി കൃഷി വിറ്റി കൾച്ചർ. ഇനി ശാസ്ത്രീയമായ പച്ചക്കറി വളർത്തൽ, ശാസ്ത്രീയമായ പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചർ, ശാസ്ത്രീയമായ പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചർ. വനപരിപാലനം സിൽവി കൾച്ചർ, വനപരിപാലനം സിൽവി കൾച്ചർ. ശാസ്ത്രീയമായ പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചർ, വനപരിപാലനം സിൽവി കൾച്ചർ. വൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ എന്നിവയുടെ പരിപാലനം, വൃക്ഷങ്ങള്, കുറ്റിച്ചെടികൾ എന്നിവയുടെ പരിപാലനം അബോറി കൾച്ചർ, അബോറി കൾച്ചർ. വൃക്ഷങ്ങൾ, കുറ്റിച്ചെടികൾ എന്നിവയുടെ പരിപാലനം അബോറി കൾച്ചർ. പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയെ കുറിച്ചുള്ള കൃഷി രീതിയെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് പച്ചക്കറികള്, ഫലവർഗ്ഗങ്ങൾ, അലങ്കാര സസ്യങ്ങള് എന്നിവയുടെ കൃഷി രീതിയെ കുറിച്ചുള്ള പഠനമാണ്. എന്നിവയെ കുറിച്ചുള്ള പഠനമല്ല, ഇവയുടെ കൃഷി രീതിയെ കുറിച്ചുള്ള പഠനമാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ചോദ്യം നോക്കാം. എന്താണ് പിസിക്കൾച്ചർ? വിളിച്ച് പറയരുത്, ഉത്തരം ഓപ്ഷൻ വായിച്ചിട്ട് ടൈപ്പ് ചെയ്യണം. കൂൺ കൃഷി, മത്സ്യകൃഷി, പക്ഷി പരിപാലനം, പച്ചക്കറി കൃഷി. എന്താണ്? മത്സ്യകൃഷി. മത്സ്യകൃഷി. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായ കൃഷി ചെയ്യുന്ന രീതി. സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, പിസിക്കൾച്ചർ, എപ്പിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പൂർണ്ണ പരാഗം ഏത്? മൂടില്ലാത്താളി, ചന്ദനം, മൂടില്ലാത്താളി, ചന്ദനം, മരവാഴ, ഇത്തിൽ കണ്ണി. മൂടില്ലാത്ത ആളെയാണ് ഉത്തരം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്താണ് പരാഗ സസ്യങ്ങൾ എന്ന് നോക്കാം. പാരസിറ്റിക് പ്ലാന്റ്സ് മറ്റ് സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്നവയാണ് പരാഗ സസ്യങ്ങൾ. മറ്റ് സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്നും ആഹാരവും ജലവും വലിച്ചെടുക്കുന്നവയാണ് പരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആതിഥേയ സസ്യങ്ങളിൽ ഈ മറ്റ് വളരുമല്ലോ, ആ വളരുന്ന സസ്യത്തിന് പറയുന്നതാണ്, ഏതിലാണോ വളരുന്നത് ആ സസ്യമാണ് ആതിഥേയ സസ്യം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ. ഇപ്പൊ ഒരു മാവിൽ നിൽക്കുകയാണ്, മാവിൽ നിന്നുകൊണ്ട് മാവ് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ഇലകളിൽ വെച്ച് ആഹാരം പാചകം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാഗങ്ങൾ. ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാഗമാണ്. ഇത്തിൽ കണ്ണി എന്ത് ചെയ്യും? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കും, ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇത്തിൽ കണ്ണിയാണ് അർദ്ധപരാഗത്തിന് ഉദാഹരണം. ഇനി ആതിഥേയ സസ്യങ്ങള് നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങള്. മൂടില്ലാത്താളി ആണ് ഉദാഹരണം, മൂടില്ലാത്താളി. ഈ അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. കാരണം എന്തുകൊണ്ടാ? ഇവ രണ്ടും ആതിഥേയ സസ്യങ്ങൾ ഒന്ന് ആഹാരം വലിച്ചെടുക്കുന്നു, മറ്റത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നു. ഇനി വാസത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ. അവ ആഹാരമൊന്നും വലിച്ചെടുക്കൂല, ജലവും ലവണം ഒന്നും വലിച്ചെടുക്കൂല, താമസിക്കാൻ വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡ്, മരവാഴയൊക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. മരവാഴ, ഓർക്കിഡൊക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. താഴെ പറയുന്നവയിൽ ഏകലിംഗ പുഷ്പം ഏത്? വഴുതനയുടെ പൂവ്, മാമ്പൂവ്, പപ്പായയുടെ പൂവ്, റോസാപ്പൂവ്.
ഏകലിംഗ പുഷ്പം? നിങ്ങളുടെ ഉത്തരം ടൈപ്പ് ചെയ്യാം. എയും സിയും ആണ് ഉത്തരം പറയുന്നത്. ഓക്കെ, ഉത്തരം ഞാൻ പറയാം. അതിനു മുന്നേ എന്താണ് ഈ ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞാല്? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നത്. ഒരു ഫലം മാത്രം ഉണ്ടാവുന്നത്. ഒരു പൂവിൽ ഒരു ഫലം മാത്രം ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. റെഗുലർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു എന്താ ഏകലിംഗ പുഷ്പങ്ങൾ? കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പുഷ്പങ്ങളിൽ. ഒരു ചെടിയുടെ തന്നെ രണ്ട് പുഷ്പങ്ങൾ, രണ്ട് ലിംഗങ്ങൾ ഉണ്ടാവണം. കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പുഷ്പങ്ങളിലുള്ളവയാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. പൂക്കളില് ഉത്തരം പപ്പായയുടെ പൂവാണ് കേട്ടോ, പപ്പായയുടെ പൂവാണ്. പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവമാണ് ജനിപുടം. ഇനി കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പുഷ്പങ്ങളിലുള്ളവയാണെങ്കിൽ അവയെ ഏകലിംഗ പുഷ്പങ്ങൾ എന്നാണ് പറയുന്നത്. ഏകലിംഗ പുഷ്പം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിനകത്ത് കേസരപുടം മാത്രമേ ഉണ്ടാവുള്ളൂ, എങ്കിൽ അത് ആൺപൂവെന്നും, ജനിപുടം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് പെൺപൂവെന്നും പറയാം. അത് വ്യത്യസ്ത പൂവായിരിക്കും, ഒരു പൂവിലായിരിക്കില്ല. ഇനി കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെ ആണെങ്കിൽ അതിന് ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നാണ് പറയുന്നത്. ദ്വിലിംഗ പുഷ്പങ്ങൾ ഇപ്പോ നമ്മള് ചെമ്പരത്തി, ജമന്തി, മുല്ല, കശുമാവ്, മുളക്, വെണ്ട, റോസ്, പപ്പായല്ല, ഇതൊക്കെ ഏകലിംഗ പുഷ്പമാണോ ദ്വിലിംഗ പുഷ്പമാണോ? ചെമ്പരത്തിയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദ്വിലിംഗ പുഷ്പമാണ്. ചെമ്പരത്തി തന്നെ കേസരമുണ്ട്, ജനിപുടമുണ്ട്. അതിന് ദ്വിലിംഗ പുഷ്പം എന്ന് പറയും. മുളക്, വെണ്ട, ചെമ്പരത്തി, ജമന്തി, മുല്ല, കശുമാവ്, റോസ്, വഴുതനയുടെ പൂവ്, റോസാപ്പൂവ്, മാമ്പൂവ് ഒക്കെ എന്താണ്? ദ്വിലിംഗ പുഷ്പമാണ്. ഈ പപ്പായയുടെ പൂവ് നിനക്കറിയാം, എനിക്ക് രണ്ട് പപ്പായ, ശരി, ആൺ പപ്പായ ഉണ്ട്, പെൺ പപ്പായയും ഉണ്ട്. അതില് വള്ളി പോലെ പൂക്കൾ മാത്രം ഇങ്ങനെ നിൽക്കും, അതിൽ കായ പിടിക്കത്തില്ല. അതുപോലെ ആൺ പൂക്കളാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ കായ പിടിക്കൂല. ഇപ്പൊ ഏകലിംഗ പുഷ്പങ്ങൾ നോക്കിക്കേ, വെള്ളരി, കുമ്പളം, മത്തൻ, പാവല്, പടവലം, തെങ്ങ്, പപ്പായ ഒക്കെ ഏകലിംഗ പുഷ്പങ്ങളാണ്. ഈ മത്തൻ, പാവലൊക്കെ, പടവലം ഒക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ പെൺപൂവിൽ മാത്രമേ കായ പിടിക്കത്തുള്ളൂ. ആൺപൂവ് എന്ത് ചെയ്തില്ല? കായ പിടിക്കത്തില്ല, അത് കൊഴിഞ്ഞു പോകും. അപ്പൊ കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പൂവിലാണെങ്കിൽ അതെന്താണ്? ഏകലിംഗ പുഷ്പങ്ങളാണ്. അടുത്ത ചോദ്യം, ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഇമ്പോർട്ടന്റ് ആണ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ക്ലോറോഫിൽ, സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. സാന്തോഫിൽ. പറയണ്ട. ബിയും സിയും ഡിയും ഒക്കെ ടൈപ്പ് ചെയ്തിരുന്നുണ്ട്. ഉത്തരം സാന്തോഫിലാണ്. അപ്പൊ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഇപ്പൊ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ. ഇവ 3 തരമുണ്ട്: വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. ഇതിൽ ഹരിതകണത്തിന്റെ നിറം നമുക്ക് എല്ലാവർക്കും അറിയാം, പച്ച. ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഹരിതകണമാണ്, എല്ലാവർക്കും അറിയാം. വർണ്ണകണങ്ങളാണ് പൂക്കള്, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം കൊടുക്കുന്നത്. പൂക്കൾക്കും ഫലങ്ങൾക്കും നിറം കൊടുക്കുന്നത് വർണ്ണകണമാണ്. സാന്തോഫില് മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ, നീല നിറങ്ങള്. ഇനി പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ഇപ്പൊ സാന്തോഫിൽ മഞ്ഞ നിറം, കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനിൻ ചുവപ്പ്, പർപ്പിൾ, നീല നിറം. ശ്വേതകണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഫ്രൂട്ട് പച്ചയായിരിക്കും, ഒരു ജെല്ലി ടൈപ്പോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിരിക്കും എല്ലാ ഫ്രൂട്ടും. അവിടെയാണ് ശ്വേതകണങ്ങൾ കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഇനി നമ്മൾ ഈ പറഞ്ഞ കളർ മാത്രമല്ല, എല്ലാ കളറുകളും പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടല്ലേ. ഈ പറയുന്ന വർണ്ണകണങ്ങളുടെ നിറത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അവ മിക്സ് ആയിട്ടൊക്കെ കൂടിയും കുറഞ്ഞ അളവിലൊക്കെ വരുമ്പോഴാണ് മറ്റു നിറങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ആന്തോസയാനിൻ, കെരാറ്റിൻ, റെഡോപ്സിൻ, ക്ലോറോഫിൽ. ഈസി ക്വസ്റ്റ്യൻ ആണത്. ഉത്തരം ആന്തോസയാനിൻ, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്വസിക്കുന്ന വേരുകൾ ഉള്ള സസ്യമാണ് ഡാഷ്. കൈത, ആൽമരം, പൈനാപ്പിൾ, കണ്ടൽ ചെടികൾ.
ശരി ഉത്തരമാണ്. കണ്ടൽ ചെടികൾ, ശ്വസന വേരുകൾ ഉള്ളത് കണ്ടൽ ചെടികൾക്കാണ്. ഇനി ഒന്ന് രണ്ട് ടൈപ്പ് വേരുകൾ നമുക്ക് നോക്കാം. മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. മരത്തിന്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ആൽമരം താങ്ങുവേരിന് ഉദാഹരണമാണ്. ഇനി കാണ്ഡത്തിൽ നിന്ന്, കാണ്ഡം എന്ന് പറയുന്നത് സ്റ്റെം, അതിൽ നിന്ന് താഴോട്ട് വളരുന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളരുന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. കരിമ്പ്, കൈതയൊക്കെ പൊയ്ക്കാൽ വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ്. മരത്തിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന വേരുകളാണ് പറ്റുവേരുകൾ. മരത്തിൽ ചുറ്റിപ്പടർന്ന് വളരുന്ന സസ്യങ്ങൾക്കാണ് പറ്റുവേരുകൾ ഉള്ളത്. കുരുമുളക് ചെടി, മണി പ്ലാന്റിനൊക്കെ പറ്റുവേരുകളാണ്. മരത്തിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന വേരുകളാണ് പറ്റുവേരുകൾ, കുരുമുളക് ചെടിക്കുള്ളത്. ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ആഹാരം വേരിൽ സംഭരിച്ചു വെക്കുകയാണെങ്കിൽ ആ വേരുകൾ പറയുന്നതാണ് സംഭരണ വേരുകൾ. മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മരിച്ചീനിയൊക്കെ സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്. ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. ഇനി ഈ സംഭരണ വേരുകൾ പോലെ തന്നെ ഉള്ള മറ്റൊന്നാണ് ഭൂകാണ്ഡങ്ങൾ. ഭൂകാണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം കാണ്ഡത്തിലായിരിക്കും, സ്റ്റെമ്മിലായിരിക്കും സംഭരിച്ചു വെക്കുന്നത്, പക്ഷേ മണ്ണിനടിയിലായിരിക്കും ഉള്ളത്. ഇപ്പൊ ഇന്നത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ്, ഉള്ളി, അതൊക്കെ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ഭൂകാണ്ഡം എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാല്, നമ്മുടെ വീട്ടില് ഇതൊക്കെ വാങ്ങി വെക്കുമ്പോ മുളപ്പ് വരും. ഇപ്പൊ മധുരക്കിഴങ്ങോ ക്യാരറ്റ്, മരിച്ചീനിയൊന്നും കുറെ നാൾ വാങ്ങി വെച്ചിരുന്നാൽ അതിൽ പുതിയ മുളപ്പൊന്നും വരില്ല, പുതിയ ചെടി വരില്ല. പക്ഷേ നമ്മള് ഭൂകാണ്ഡങ്ങള്, ഇത് കാണ്ഡമാണ്, ഭൂകാണ്ഡങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് മുളപ്പ് വരും. ചേന, ചേമ്പ്, അതുപോലെ ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ എന്താണ്? ഉള്ളി, ഇഞ്ചി, മഞ്ഞള്, ഇതൊക്കെ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. അപ്പൊ തിരിഞ്ഞു പോവരുത്, തെറ്റിപ്പോവരുത്. സംഭരണ വേരുകളും ഭൂകാണ്ഡങ്ങളും. ഓക്കെ. ക്വസ്റ്റ്യൻ: പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റുന്നു. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റുന്നു. രാസോർജം, പ്രകാശോർജം, താപോർജം, യാന്ത്രികോർജം. ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ഉത്തരം രാസോർജം. ഈ രാസോർജമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സസ്യങ്ങള് സംശ്ലേഷണം വഴി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ രാസോർജമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എനർജി ആയിട്ട് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്, സസ്യാഹാരത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഊർജം കിട്ടുന്നത് ഈ രാസോർജമാണ്. അതുപോലെ നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഇന്ധനമായിട്ട് കിട്ടുന്ന ഊർജവും ഈ രാസോർജം ആണ്. സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം. രാസോർജം മീൻസ് കെമിക്കൽ എനർജി. ഓക്കെ. സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വാതകം ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ. ആഹാരം നിർമ്മിക്കാൻ വേണ്ടി പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് എന്ത് പുറത്തുവിടും? ഓക്സിജൻ പുറത്തുവിടും. ഓക്കെ. അടുത്ത ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം പറയാൻ. കിടപ്പ് മുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം? ചെടിയുടെ സാന്നിധ്യം മൂലം രാത്രി മുറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, ഓക്സിജൻ കൂടുന്നു, ഓക്സിജൻ കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു. ഇത് തോന്നുന്നു ഞാനിത് പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ, ഓപ്ഷൻ സി, മെജോറിറ്റിയും ഓപ്ഷൻ എ ആണ് പറയുന്നത്. ഓക്കെ, ഉത്തരം പറയാം. ക്വസ്റ്റ്യൻ എന്താ? കിടപ്പ് മുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം ചെടിയുടെ സാന്നിധ്യം മൂലം രാത്രി മുറിയിൽ എന്തോ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, ഓക്സിജൻ കുറയുന്നു. രണ്ട് ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. മുറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നുണ്ട്, മുറിയിൽ ചെടി വളർത്താൻ പാടില്ല എന്നൊന്നുമില്ല. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഓക്സിജൻ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു എന്നതല്ല വിഷയം, ഓക്സിജൻ നമുക്ക് കൂടെ ലഭ്യമാകേണ്ട ഓക്സിജൻ കുറയുന്നു എന്നുള്ളതാണ്.
സസ്യങ്ങളും മനുഷ്യരെ പോലെ തന്നെയാണ്, ജീവജാലങ്ങളെ പോലെ തന്നെയാണ് സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. അവ ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. സസ്യങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിനാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിടുന്നത്. ശ്വസനത്തിന് നമ്മളെ പോലെ തന്നെയാണ്. കിടപ്പുമുറിയില് നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ ഇവയെ ശ്വസിക്കുന്നതും ഓക്സിജനാണ്, നമ്മൾ ശ്വസിക്കുന്നതും ഓക്സിജനാണ്. രാത്രി പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതല്ല, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുറിയിൽ ഓക്സിജൻ കുറയുന്നു, നമുക്ക് കൂടെ കിട്ടേണ്ട ഓക്സിജൻ കുറയുന്നു. അപ്പോൾ അത് അപകടം കാരണമാവും. അതുകൊണ്ടാണ് കിടപ്പുമുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് എന്ന് നോക്കിയിട്ട് എന്നെ ആൻസർ ചെയ്യണം കേട്ടോ. ഇനി പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സസ്യങ്ങള് സൗരോർജ്ജത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിന്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു. ഓപ്ഷൻ എ 1, 2, 3, ബി 1, 3, 4, സി 2, 3, 4, ഡി 1, 2, 4. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? ഓപ്ഷൻ സി 1, 3, 4. 1, 3, 4. ഓപ്ഷൻ ബി 1, 3, 4. നമുക്കറിയാലേ, ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറപ്പെടുവിക്കുന്ന ഓക്സിജൻ ഏത് അസംസ്കൃത വസ്തുവിൽ നിന്നാണ് രൂപപ്പെടുന്നത്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. ജലം. വിളിച്ചു പറയരുത്. ഉത്തരം ജലം തന്നെയാണ്. ജലത്തിൽ H2O ആ ഓക്സിജൻ ആണ് വിഘടിച്ച് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മുളച്ച വിത്ത് വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി വരുന്നതിന് കാരണമാകുന്ന പ്രസ്താവന ഏത്? കാണ്ഡം വണ്ണം വയ്ക്കുന്നത് മൂലം, ഇലകൾ വളർന്നു വരുന്നതിനാൽ, സസ്യം സ്വന്തമായി ആഹാരം നിർമ്മിച്ചു തുടങ്ങുന്നതിനാൽ, ബീജപത്രത്തിലെ ആഹാരം ചെടി ഉപയോഗിക്കുന്നത് മൂലം. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നമുക്കറിയാം, ഒരു ചെടി മുളച്ചു വരുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം, റാഡിക്കൽ. ബീജമൂലമാണ് ആദ്യം പുറത്തു വരുന്നത്. ഈ ബീജമൂലം എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് വളർന്ന് വേരായിട്ട് മാറുന്നു. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. ഈ ബീജമൂലമാണ് മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നത്. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷമാണ് കാണ്ഡമായിട്ട് മാറുന്നത്. ഇല, നമ്മളെ ചെടി വിത്തൊക്കെ മുളച്ചു വരുമ്പോൾ രണ്ട് സൈഡിലും ഇലകൾ പോലെ നല്ല കട്ടിയുള്ള രണ്ട് ഇതിരിക്കും. വിത്തിനകത്തുള്ള രണ്ട് ഇലകൾ പോലെ ഇരിക്കും. ആദ്യം വരുന്ന അതാണ് ബീജപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ഈ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ വിത്തൊക്കെ മുളച്ചു വരുമ്പോ ഈ പറഞ്ഞ ഈ രണ്ട് ഇല പോലെ ഇരിക്കുന്ന ഈ കട്ടിയുള്ള ഭാഗം ചെറുതായി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് ഈ ആഹാരം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിലുള്ള ആഹാരം ചെടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജപത്രം, ബീജശീർഷം, ബീജമൂലം, ബീജാന്നം. ഉത്തരം ബീജമൂലം. സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. സ്ലൈഡ് മാറിയില്ല. സ്ലൈഡ് മാറിയിട്ടുണ്ട്. മാറിയില്ലേ? കാണാൻ പറ്റുന്നില്ലേ? Yes, sir. ഓക്കെ.
സസ്യങ്ങൾ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. അപ്പൊ സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ മാറി സ്വീകരിക്കുന്ന പഠിച്ചു നമ്മള് ഓക്സിജൻ ആണ്. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലോട്ട് പോവുകയാണ്. എന്താണ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ നമ്മുടെ ബീജപത്രം ചുരുങ്ങി പോകാൻ കാരണം അതിലെ ഭക്ഷണം ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. ബീജപത്രം കൊഴിഞ്ഞു പോകാൻ കാരണം അതിലെ ഭക്ഷണം തീരുന്നത് കൊണ്ടാണോ അതോ സസ്യം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണോ കൊഴിഞ്ഞു പോകാൻ കാരണം? കൊഴിഞ്ഞു പോകുന്നത് സസ്യത്തിന് എന്തെങ്കിലും കേട് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആഹാരം നിർമ്മിക്കാൻ പാകമാകുമ്പോഴാണ്. ഇപ്പൊ ബീജപത്രം കൊഴിഞ്ഞു പോയിട്ടും സസ്യം വളരുന്നുണ്ടെങ്കിൽ അത് ഇലകൾ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ പ്രാപ്തി എത്തുമ്പോഴാണ് കൊഴിഞ്ഞു പോകുന്നത്. ഓക്കെ, ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റങ്ങൾ: വൈദ്യുതോർജം, യാന്ത്രികോർജം, താപോർജം, വൈദ്യുതോർജം, പ്രകാശോർജം, രാസോർജം, വൈദ്യുതോർജം, രാസോർജം, പ്രകാശോർജം, വൈദ്യുതോർജം, പ്രകാശോർജം, താപോർജം. യാന്ത്രികോർജം എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി, താപോർജം ഹീറ്റ് എനർജി, പ്രകാശോർജം ലൈറ്റ് എനർജി, രാസോർജം കെമിക്കൽ എനർജി. ബൾബ് പ്രകാശിക്കുമ്പോൾ നമ്മൾ പ്രകാശിക്കാൻ വേണ്ടി കൊടുക്കുന്നത് വൈദ്യുതോർജമാണ്. വൈദ്യുതോർജം എന്തൊക്കെയായിട്ട് മാറും? നമുക്ക് പ്രകാശം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ ബൾബ് നല്ല ചൂടാവും, താപോർജവും കിട്ടും. ഓക്കെ, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഡാഷ്. LPG, ബയോഗ്യാസ്, CNG, LNG. ഉത്തരം ശരിയാണ്. അപ്പൊ ഇതില് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എങ്കിൽ പോലും ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ബയോഗ്യാസ് ആണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണമാണ് മണ്ണെണ്ണ, വിറക്, ന്യൂക്ലിയർ എനർജി, ചാണക വരളി. ഇതും എളുപ്പമാണ്. ഓപ്ഷൻ സി ന്യൂക്ലിയർ എനർജിയാണ്. ഓക്കെ, പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാല് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യം എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മുടെ പൂർവികര് മുതലേ ഉപയോഗിച്ച് വരുന്ന പഴയ ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങള്, ബയോമാസ് എന്ന് പറയുമ്പോൾ വിറകൊക്കെയാ വരുന്നത്. വിറക്, ചാണകവരളിയൊക്കെയാണ് ബയോമാസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ജലവൈദ്യുതി, ഇതൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. പാരമ്പര്യേത ഊർജ സ്രോതസ് എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാത്തത്, പുതിയതായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് സോളാർ എനർജി, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി. ടൈഡൽ എനർജി എന്ന് പറയുമ്പോൾ തിരമാല എന്നുള്ള ഊർജ്ജമാണ്. ജിയോ തെർമൽ എനർജി ഒക്കെയാണ് പാരമ്പര്യേത ഊർജ സ്രോതസ്. അപ്പൊ പേരിൽ നോക്കിയാൽ മതി. പാരമ്പര്യേതം എന്ന് പറയുമ്പോൾ പുതിയതായിട്ട്, പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കാത്തത്. ഇനി ഭൂമിയിലെ ഊർജ സ്രോതസ്സുകൾ രണ്ടായിട്ട് തരംതിരിക്കാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കും തോറും തീർന്നു പോകത്തില്ല. എത്ര ഉപയോഗിച്ചാലും തീരത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ സോളാർ എനർജി, സൗരോർജം, നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം, തീരത്തില്ല. ജലശക്തി, വൈദ്യുതി, ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ബയോഗ്യാസ്, ബയോമാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ് കേട്ടോ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഫോസിൽ ഇന്ധനങ്ങളാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഒക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഊർജ രൂപം, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതുമാണ് പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഉണ്ടാക്കാത്തത്: പവനോർജം, പ്രകൃതിവാതകം, തെർമൽ ഊർജം, ആണവോർജം. ഓപ്ഷൻ ബി. എല്ലാവരും ഓപ്ഷൻ ബി. ഓപ്ഷൻ എ. ഇതിന്റെ ഉത്തരം ഒക്കെ ഒന്നുകൂടെ പറയാം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതെന്ന് പറയുമ്പോൾ എന്താ, വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രകൃതിവാതകം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണോ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണോ? കഴിയാത്തതാണ്. ഇതിലെ പ്രകൃതിവാതകം ഒഴിച്ച് ബാക്കി മൂന്നും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. പവനോർജം എന്ന് പറയുമ്പോൾ കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്. തെർമൽ ഊർജം, ആണവോർജം. ഈ തെർമൽ ഊർജം എന്ന് പറയുന്നതും ആണവോർജം എന്ന് പറയുന്നതും
പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ളതല്ല. അതായത് തെർമൽ എന്ന് പറയുമ്പോൾ കുറച്ച് പുകയും ഒക്കെ പുറത്തൊക്കെ പോകും, കുറച്ച് മലിനീകരണമൊക്കെ ഉണ്ടാക്കും. ആണവോർജ്ജം എന്ന് പറയുമ്പോൾ ഭയങ്കര അപകടമാണ് പരിസ്ഥിതിക്ക്, ഒത്തിരി റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പരിസ്ഥിതി സൗഹൃദപരമായ ഊർജ്ജം എന്ന് പറയുന്നത് എന്താ? പവനോർജ്ജമാണ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണ്. ഇനി ഇത് എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ഊർജ്ജങ്ങളെ ഗ്രീൻ എനർജി എന്ന് പറയാറുണ്ട്. ഗ്രീൻ എനർജി പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ഒന്നും വരാത്ത പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഊർജ രൂപങ്ങളാണ് ഈ ഗ്രീൻ എനർജിക്കകത്ത് വരുന്നത്. പ്രത്യേകിച്ചും ഫോസിൽ ഇന്ധനങ്ങളും ആണവ ഊർജവും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗ്രീൻ എനർജിക്കകത്ത് വരും. ഫോസിൽ ഇന്ധനങ്ങളും ഗ്രീൻ എനർജി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നത് ഗ്രീൻ എനർജിക്കകത്താണ് വരുന്നത്. ഫോസിൽ ഇന്ധനങ്ങളെയും ആണവ ഊർജത്തെയും ചേർത്ത് ബ്രൗൺ എനർജി എന്നാണ് പറയുന്നത്. പഠിപ്പിച്ചപ്പോൾ ക്ലാസ് എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഗ്രീൻ എനർജി എന്ന് ചോദിച്ചാൽ പരിസ്ഥിതിക്ക് ദോഷകരമൊന്നും അല്ലാത്ത ഊർജ്ജ രൂപം എന്നാണ് അർത്ഥം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ മെർക്യാപ്റ്റൻ, ബെൻസീൻ, നാഫ്തലീൻ. ഉത്തരം പറഞ്ഞു ഈഥൈൽ മെർക്യാപ്റ്റൻ. ഇപ്പൊ പാചകവാതകം എന്ന് പറയുമ്പോൾ LPG ആണ്. LPG എന്ന് പറയുന്നത് നിറമോ മണമോ ഇല്ലാത്തൊരു വാതകമാണ്. അതിന് മണം കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന്റെ ചോർച്ച തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത്. അപ്പൊ ഗ്യാസിന്റെ മണം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് എന്തിന്റെ സ്മെല്ലാണ്? ഈഥൈൽ മെർക്യാപ്റ്റന്റെ സ്മെല്ലാണ്. ഇനി CNG, LNG, LPG ഇതിന്റെ ഫുൾ ഫോം പഠിക്കണം. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് കേട്ടോ, ലിക്വിഡ് അല്ല, ലിക്വിഫൈഡ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇനി LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. ഇമ്പോർട്ടന്റ് ആണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ. LNGയിലെയും CNGയിലെയും പ്രധാന ഘടകം മീഥെയ്ൻ. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ, LNGയിലെയും CNGയിലെയും പ്രധാന ഘടകം മീഥെയ്ൻ. ഇനി LPG എന്ന് പറയുന്നത് പെട്രോളിയത്തെ ഫോസിൽ ഇന്ധനമായ പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG. പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ, അതിനെ വേർതിരിക്കുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG. നമ്മൾ ഗാർഹിക LPGയിലെ വാതക ശ്വാസം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഇനി LNG, CNG എന്ന് പറയുന്ന രണ്ടെണ്ണവും പെട്രോളിയത്തോടൊപ്പം, അതായത് പെട്രോളിയം കുഴിച്ചെടുക്കുമ്പോൾ തന്നെ കൂടെ കിട്ടുന്ന പ്രകൃതി വാതകത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ് LNGയും CNGയും. പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഒക്കെ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. CNG വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാതകം ഏത്? നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ഓസോൺ. ഇതിനകത്ത് ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാതകമേ ഉള്ളൂ. ഹൈഡ്രജൻ. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോൾ? സൂര്യൻ ചന്ദ്രനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ, ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ, ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ, ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരാത്തപ്പോൾ. ഉത്തരം ചന്ദ്രൻ സൂര്യനും ഭൂമിക്ക് ഇടയിൽ വരുമ്പോഴാണ്. നോക്കാം. ഗ്രഹണം നമ്മുടെ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന 2 തരം ഗ്രഹണങ്ങളാണ് ഉള്ളത്. അപ്പൊ ആദ്യം ഗ്രഹണം എന്ന് പറഞ്ഞാല് ഒരു ആകാശഗോളത്തിന്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്ന് മറയ്ക്കപ്പെടുന്നതാണ് ഗ്രഹണം. ഒരു ആകാശഗോളത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആകാശഗോളം ഒന്ന് നിൽക്കുമ്പോൾ മറ്റൊരു ആകാശഗോളം സൂര്യനിൽ നിന്ന് മറയുകയാണെങ്കിൽ അതിനെയാണ് ഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയില് ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹണം സംഭവിക്കുന്നത്. സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അഥവാ അമാവാസ്യ ദിവസങ്ങളിലാണ്. ചോദിക്കാറുണ്ട്, സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്ത വാവ് അഥവാ അമാവാസ്യ ദിവസങ്ങളിലാണ്.
ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്ത വാവ് അഥവാ പൗർണമി ദിവസങ്ങളിലാണ്. ഇനി സൂര്യനും ഭൂമിക്കും മധ്യത്തിലായിട്ട് ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. EMS എന്ന് നമുക്ക് പഠിക്കാം. EMS എന്ന് പറഞ്ഞാൽ എന്താ? എർത്തിനും മൂണിനും പിന്നെ സൺ. എർത്തിനും മൂൺ വരുന്നത്, എർത്തിനും സണ്ണിനും ഇടയ്ക്ക് മൂൺ വരുന്നത് EMS, എർത്ത് മൂൺ സൺ. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നത് സൂര്യഗ്രഹണം EMS. ഇനി ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇടയിലായിട്ട് ഭൂമി വരുന്നത് MES. മൂണിനും സണ്ണിനും ഇടയിൽ എർത്ത് വരുന്നത് MES. അപ്പൊ EMSഉം MESഉം ഒന്നും പറഞ്ഞ് പഠിക്കാം. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സൂര്യനോടൊപ്പം ചന്ദ്രൻ ഉദിക്കുന്നു, സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രന്റെ സ്ഥാനം, അമാവാസിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്, സൂര്യ അസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് കൂടുതൽ പേരും പറയുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നോക്കാം. സൂര്യനോടൊപ്പം ചന്ദ്രൻ ഉദിക്കുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. അതായത് ഇത് മൂന്നും ഒരേ സമയത്ത് ഉദിച്ചാലേ അല്ലേ ഒരുമിച്ച് നേർരേഖയിൽ വരത്തുള്ളൂ. അപ്പൊ അത് ശരിയാണ്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രന്റെ സ്ഥാനം EMS. കോഡില് M ഇരിക്കുന്നത് നടുക്കാണ്, ചന്ദ്രൻ ഇടയ്ക്കാണ് വരുന്നത്. അമാവാസിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യാസ്തമയ സമയത്തല്ല ചന്ദ്രൻ ഉദിക്കുന്നത്. നമ്മൾ അത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയപ്പോൾ തന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് മാറി. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് പറയോ? ഓക്കെ. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹണം നടക്കുന്നത്. ഇപ്പൊ ഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം നടക്കുന്നത്. അപ്പൊ സൂര്യൻ, ചന്ദ്രനെ കൊണ്ട് സൂര്യൻ മറയുമ്പോൾ ഫിഗർ നോക്കിയേ, മൂണിന്റെ ഇടയിൽ എർത്ത് വരുമ്പോ, ഭൂമി നടുക്ക് വരുമ്പോ അവിടെ എന്ത് ചെയ്യാണ്? സൂര്യൻ മറയാണ്. മൂണിന് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, അവിടെ ഗ്രഹണം നടന്നു. ഇനി രണ്ടാമത്തതില് നടുക്ക് ആര് വന്നിരിക്കുകയാണ്? മൂൺ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഭൂമിക്ക് സൂര്യനെ മറയുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഗ്രഹണം നടക്കുന്നത്. ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഗ്രഹണം നടക്കുന്നത്. അങ്ങനെ വരുമ്പോ സൂര്യനും ചന്ദ്രനും എന്താ ചെയ്യുക? ഒരുമിച്ചാണ് ഉദിക്കുന്നത്. ഒന്ന് അസ്തമിക്കുമ്പോഴല്ല അടുത്തത് ഉദിക്കുന്നത്. ഗ്രഹണ സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ഒരു സെക്ഷൻ കൂടെ കഴിഞ്ഞിട്ട് ക്ലാസ് നിർത്താം. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ശുക്രനാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ശുക്രൻ. ശരിയായ ക്രമം ഏത്? സൂര്യന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ്, പക്ഷെ രണ്ടാമത് കിടക്കുന്ന ശുക്രനാണ് ഏറ്റവും ചൂട് കൂടുതൽ. അതിന് കാരണം ബുധന് അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ശുക്രനായത്. അടുത്ത ചോദ്യം, ശരിയായ ക്രമം ഏത്? ഗാലക്സി, സൗരയൂഥം, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൂര്യൻ, സൗരയൂഥം, ഗാലക്സി. സൗരയൂഥം, ഗാലക്സി, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, സൗരയൂഥം, സൂര്യൻ, ഗാലക്സി. ഓപ്ഷൻ എ ഏറ്റവും വലുത് ഗാലക്സിയാണ്. ഗാലക്സിക്ക് അകത്താണ് നമ്മുടെ സൗരയൂഥം വരുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താപമേറിയ പ്രകാശപൂർണമായ വാതകങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്ന ഭീമാകാരമായ വസ്തു. ഗ്രഹം, ചിഹ്നഗ്രഹം, ധൂമകേതു, നക്ഷത്രങ്ങൾ. ഇത് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ഡി നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നക്ഷത്രങ്ങളുടെ അകക്കാമ്പിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുസംയോജനം. യെസ്,
ഇതിന് മുന്നേ കാണിച്ച ക്വസ്റ്റ്യൻ. താപമേറിയ പ്രകാശപൂർണമായ വാതകങ്ങളാൽ രൂപം കൊണ്ടിരിക്കുന്ന ഭീമാകാരമായ വസ്തു നക്ഷത്രങ്ങൾ. ആ ഗാലക്സിയുടെ ഇതൊന്ന് അയച്ചുതരാം ഒന്നുകൂടെ. ഗാലക്സി ഏറ്റവും വലുത് ഗാലക്സിയാണ്. ഈ ഗാലക്സിക്കകത്താണ് സൗരയൂഥം വരുന്നത്. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. ഓക്കെ, സൂര്യനെ ചുറ്റുന്നതാണ് ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളെക്കാളും ചെറുതാണ് ഉപഗ്രഹങ്ങൾ. ആ ഒരു രീതിയിലാണ് ആ ഓർഡർ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മുടെ ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സൂര്യനിന്റെ ഏറ്റവും അടുത്തുള്ളത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി ഗ്രഹങ്ങളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഏറ്റവും വലുത് വ്യാഴമാണ്, ഏറ്റവും ചെറുത് ബുധനാണ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഓക്കെ, അടുത്ത് നമുക്ക് ബാക്കി നാളെ നോക്കാം. ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നന്നായിട്ട് പഠിച്ചിട്ട് പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം പഠിച്ചിട്ട് വരിക. ബാക്കി ഭാഗം ചോദിച്ചോട്ടെ? ചോദിക്കൂ. മിസ്സേ, പ്രകാശ സംശ്ലേഷണം രാത്രി നടക്കുന്നില്ല ഗ്രാനയിൽ വെച്ചിട്ട്? അത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായ ഇരുണ്ട ഘട്ടമാണ്. പ്രകാശ സംശ്ലേഷണമില്ലേ ഇരുട്ടത്ത് നടക്കുന്നില്ലേ ഗ്രാനയിൽ വെച്ചിട്ട്? ഞാൻ പറയട്ടെ. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്, പ്രകാശഘട്ടമെന്നും ഇരുണ്ട ഘട്ടമെന്നും. അത് പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങളാണ്. അതാണ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത്. അത് റെഗുലർ ക്ലാസ്സിലുള്ള ആളാണെങ്കിൽ ഒന്ന് റെഗുലർ ക്ലാസ് കണ്ടു നോക്കിയാൽ മതി, അതിനകത്ത് ഉണ്ട്. അത് രാത്രി നടക്കുന്നതല്ല. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം പ്രകാശഘട്ടം, രണ്ടാമത്തത് ഇരുണ്ട ഘട്ടം. അതാണ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നത്. അതായത് ഒന്നാമത്തെ ഘട്ടത്തില് ATPയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും എനർജിയെ, അതിനെ എടുത്തു വെച്ചിട്ട് ബാക്കി ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ